നമുക്ക് കിട്ടിയത് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ പോകുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ. പുറത്ത് എല്ലാം നിങ്ങൾക്ക് നോർമലായിട്ട് തോന്നും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിലും പക്ഷെ നിങ്ങൾ ഉള്ളിൽ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ജോലിയിലായാലും അതെന്താണ് ആ റിയൽ കണക്ഷൻ, അതെന്താണ്, എനിക്കത് വേണം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ആ റിയൽ കണക്ഷൻ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തരത്തിലൊരു കണക്ഷൻ എനിക്ക് വേണം. പഴയ പോലെ എന്തും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തും അല്ലെങ്കിൽ നിങ്ങൾ ക്ഷീണിച്ചും സഹിച്ചൊക്കെ മാറും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതുപോലെ പറ്റുന്നില്ല. നിങ്ങൾക്കിപ്പോൾ അങ്ങനെ തോന്നാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ഒരു പ്രോബ്ലം കൊണ്ടല്ല, നിങ്ങളുടെ സോളും നിങ്ങളും അതോടൊപ്പം നല്ല രീതിയിലൊരു ഗ്രോത്ത്, അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെ തോന്നുന്നത്. അതോടൊപ്പം നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്, നമ്മളോട് മുൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയൊരു ലവ് എനർജി ഓൾറെഡി എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് സ്ലോ ആയി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഇപ്പോൾ വരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആ ഒരു പേഴ്സന്റെ തോട്ടും ആ ഒരു വ്യക്തിനെ പറ്റി നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു പുള്ള് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിലോട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ റാൻഡം ആയിട്ടുള്ള തോട്ട്സും കാര്യങ്ങളും ഒക്കെ നല്ലതുപോലെ ഈ ഒരു കണക്ഷനിലോട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഭയങ്കര ഒരു ഡൗട്ടുണ്ട്. അതായത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല. ഇത് എന്താണ്, അത് ഇഷ്ടമാണോ, അതോ എന്താണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്, മനസ്സിലായി. അപ്പോൾ ഹിഡൻ ആയിട്ടുള്ള നല്ലൊരു ഫീലിംഗ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സഡൻ ചേഞ്ച് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഷിഫ്റ്റ്, അത് ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു തിരിച്ചറിവായിരിക്കും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തരത്തിലൊരു കണക്ഷൻ. ചിലർക്കതൊരു എന്താ പറയുക, ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു, അതിപ്പോൾ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ അകന്ന് നിന്ന ഒരാൾ പെട്ടെന്നൊരു നിമിഷം അടുത്തേക്ക് വന്ന അതേപോലത്തെ ഒരു തോന്നലായിരിക്കാം. എന്ത് തന്നെയായാലും നിങ്ങളുടെ ലൈഫിനെ അത് ഹേർട്ട് ചെയ്യാൻ വേണ്ടി വന്നല്ല, അത് നിങ്ങളുടെ ലൈഫിനെ പറ്റിയും നിങ്ങളുടെ ജീവിതത്തെ പറ്റിയും ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ മേ ബി അതൊരു ഫ്രണ്ട്ലി അപ്രോച്ചിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം സമീപിച്ചെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ആരൊക്കെ സ്റ്റേ ചെയ്യണം, ആരൊക്കെ പോകണം, അത് നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിലും മാത്രമല്ല, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ കൂടെ ആരൊക്കെ വേണം, അതിനൊക്കെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി തരാൻ വേണ്ടി കൂടെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കും, നിങ്ങളുടെ മൈൻഡിനെ കൂടുതൽ ഫോഴ്സ് ചെയ്ത് വേണ്ടാത്ത തരത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കും. നിങ്ങളുടെ ഹാർട്ട് പറയുന്നത് ഇഗ്നോർ ചെയ്യാതെ അതെന്താണ് പറയുന്നത് അത് സിമ്പിളായിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന നിങ്ങളുടെ ആ ഒരു ലവ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയാൻ പറ്റും, ഈ ചേഞ്ച് എല്ലാം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയല്ല, നിങ്ങൾ ആഗ്രഹിച്ച എന്താണോ അത് നിങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയാണ് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളുടെ അടുത്തേക്ക്